ട്രെയിനിൽ വെച്ചൊരു 6 വയസ്സുകാരിയോട് ഒരാൾ മോശമായി പെരുമാറിയ സംഭവമാണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വീണ എന്ന് പറയുന്ന ഒരു യുവതിയുടെ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ കാരണമായിട്ടാണ് ആ കുഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടതും പ്രതിയെ കൃത്യസമയത്ത് പിടിക്കാൻ സാധിച്ചതും ഒക്കെ. സത്യത്തിൽ ഇന്നലത്തെ ഒരു ദിവസത്തെ ഹീറോ ആയിരുന്നു വീണ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഹെവി സെൻസേഷണൽ ആയി ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു ഇത്. പക്ഷെ എന്ത് ചെയ്യാനാകും, ഇന്നലെ തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് പിന്നാലെ ആയിരുന്നു. അതിനിടയിൽ ഈ ഒരു ടോപ്പിക് അധികം ആരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. എല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഹെവി സെൻസേഷണൽ ആയി മാറിയേനെ. എന്തിനു പറയുന്നു, ഞാൻ പോലും വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ടോപ്പിക് എടുക്കുന്നത്. ഇന്നലെ ചെയ്യുന്ന ടോപ്പിക് ആയിരുന്നു, പക്ഷേ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്. കാരണം ഇന്നലെ മൊത്തം എന്റെ ഫീൽഡിൽ വിജയിന്റെ സത്യപ്രതിജ്ഞ ആയിരുന്നു. അത് കണ്ട് ഇന്നലെ ഉച്ചവരെ ഇങ്ങനെ മതിമറന്ന് നിൽക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ കണ്ടത് നോക്കി തുടങ്ങിയത് തന്നെ. അന്നേരമാണ് ഈ ടോപ്പിക് എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. തിരുനെൽവേലിയിലേക്ക് പോകുന്ന പല്ലേരി എക്സ്പ്രസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. എന്തോ ഒരു ആവശ്യത്തിന് തിരുനെൽവേലിയിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതായിരുന്നു വീണയും അമ്മയും. പക്ഷെ കയറിയത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. അങ്ങനെ വീണയും അമ്മയും സീറ്റ് ഒഴിവുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുന്നതിന്റെ അടുക്ക് ഒരു സീറ്റ് ഒഴിവുള്ള കമ്പാർട്ട്മെന്റ് കണ്ട് ആ കമ്പാർട്ട്മെന്റിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ 2 സ്ത്രീകളുടെ ഇടയിലാണ് ഈ പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇരുന്നിരുന്നത്. ഇത് കണ്ട വീണ എന്താക്കി, അയാളോടൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു. അതാവുമ്പോൾ 3 പെണ്ണുങ്ങൾക്ക് ഒരുമിച്ചിരിക്കാലോ. അതുകൊണ്ടാണ് വീണ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ അയാൾ അത് കേട്ടില്ല. വേണമെങ്കിൽ ഇവിടെ എങ്ങാനും വന്നിരിക്കും പെണ്ണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അയാൾക്ക്. പിന്നെ അറിയാലോ, ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്, നമുക്ക് ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, കിട്ടിയോട് തിരുന്ന് പോവാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീണ മറുത്തൊന്നും പറയാതെ അയാളുടെ ഓപ്പോസിറ്റ് ഒഴിഞ്ഞു കിടന്നിരുന്ന സീറ്റ് പോയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമയം രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിലുള്ള എല്ലാവരും ഉറക്കത്തിലേക്ക് പോയി. ആ സമയത്താണ് വീണയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വ്യക്തിയിൽ കാമം ഉണർന്നത്. അങ്ങനെ ഇയാൾ എന്താക്കി, ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീണയെ നന്നായി ട്യൂൺ ചെയ്യാൻ നോക്കി. അതിനെ കുറിച്ച് വീണ പറയുന്നുണ്ട്. എന്തായാലും കണ്ടോക്കാം. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ട്രെയിനിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും നല്ല ഉറക്കമായിരുന്നു. ഒരു 1:15 ആയപ്പോഴത്തേക്കിന് ഈ പുള്ളി എന്റെ കാലിൽ ടച്ച് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഉണർന്നിട്ട് ഞാൻ ഈ പുള്ളിയെ നോക്കിയപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുമായിരുന്നു. വീണ്ടും ഞാൻ അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ടു വീണ്ടും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പം പുള്ളി ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അപ്പൊ കാലിൽ തട്ടി. അപ്പൊ ഞാൻ എന്തുവാന്ന് വീണ്ടും ചോദിച്ചു പുള്ളിയെടുത്ത്. അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സംഭവം നൈസായിട്ട് ആശാൻ ട്യൂൺ ചെയ്യാൻ നോക്കിയതാണ്, അഥവാ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ. ഇത് ഇത്തരം ഞരമ്പ് രോഗികളുടെ സ്ഥിരം ഏർപ്പാടാണ്. ഇവർ ഇതേപോലെ കണ്ട പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈയും കാലും ഒക്കെ തട്ടി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കും. അപ്പുറത്തുള്ള ആൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാണെങ്കിൽ പോസിറ്റീവ് സൈൻ ആണ്. ഇനി അഥവാ ഹാർച്ചായി പ്രതികരിച്ച് കഴിഞ്ഞാണെങ്കിലോ അറിയാതെ തട്ടിയതാണെന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു മാറും. ഇത് ഇവന്മാരുടെ സ്ഥിരം ഏർപ്പാടാണ്. ഇനിയിപ്പോ ഞാനിത് പറയുന്നത് കേട്ട് ഇപ്പൊ പലരും കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കും, നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം, നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ എന്നൊക്കെ. എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല മക്കളെ. റീസെന്റ് ഇത്തരം ടോപ്പിക്കുകൾ ഒരുപാട് ചെയ്തത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. ഇനി അഥവാ ചെയ്താൽ തന്നെ മാക്സിമം പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി നിൽക്കുന്ന പരിപാടി ഞാൻ ഒഴിവാക്കും. ഇനിയിപ്പോ അങ്ങനെ നിൽക്കേണ്ട സാഹചര്യം വന്നാൽ പോലും എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, പഠിച്ചവനെ എന്റെ കൈയും കാലും ഒന്ന് ഈ പെണ്ണുങ്ങളുടെ ദേഹത്ത് തട്ടരുത് എന്നുള്ളതാണ്. അത് അവരോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല കേട്ടോ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്ങാനും നമ്മുടെ കൈയും കാലം എങ്ങനെ അവരുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാണെങ്കിൽ അവരതിന് വേറൊരു തരത്തിൽ അവിടെ ചിത്രീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ നമ്മൾ നാറും, പിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ഗണത്തിൽ പെടുത്താൻ നിൽക്കരുത്. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ വീണയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്താക്കി, 3 തവണ വീണയെ ട്യൂൺ ചെയ്യാൻ നോക്കി. പക്ഷെ നടന്നില്ല. ഇയാളാണെങ്കിൽ ലൈംഗിക ദാഹം മൂത്ത് നിൽക്കുന്ന സമയം കൂടിയാണ്. എങ്ങനെയൊക്കെ തട്ടിയിട്ടും മുട്ടിയിട്ടും വീണ സഹകരിക്കുന്നില്ല. വീണക്കാണെങ്കിൽ ഇയാളുടെ ട്യൂണിങ് കാരണം ഉറക്കവും നഷ്ടമായി. എങ്ങനെ മര്യാദ ഉറങ്ങാൻ പറ്റും, അജാതി ട്യൂണിംഗ് അല്ലേ. അങ്ങനെ വീണ എന്താക്കി ഉറക്കം ഒഴിവാക്കി ഫോണിൽ ന്യൂസ് ചാനലും കണ്ടിരുന്നു. ഇയാൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇയാളുടെ ലൈംഗിക ദാഹം തീർക്കണം, മുട്ടി നിൽക്കാണ് ഇയാള്. അങ്ങനെ ഇയാളുടെ ഈ ട്യൂണിംഗ് പരിപാടി നടക്കില്ല എന്ന് കണ്ടപ്പോ പിന്നെ ആള് ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം. അത് വീണ തന്നെ പറയണങ്ങളൊന്ന് കേട്ടു നോക്കി. പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് പുള്ളി പോയിട്ട് തറയിൽ കിടന്ന ഒരു കുട്ടീനെ എടുത്തോണ്ട് വന്നു. കുട്ടി ബെഡ്ഷീറ്റോട് പൊതച്ച് ഇട്ടേക്കുമായിരുന്നു അവരുടെ പേരൻസ്. ആ കുട്ടീനെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് മടിയിലിരുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ കുട്ടിയായിരിക്കും. കാരണം ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെയാണ് ആദ്യം എടുത്തോണ്ട് വന്ന് കുട്ടിയെ പൊതപ്പിക്കുന്നു, ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുത്തുന്നു. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മനസ്സിലായത് ഇന്ന് കുറച്ച് റോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ അടുത്തിരുന്നത് ഒരു തമിഴൻ ചേട്ടനായിരുന്നു. ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് പുള്ളിയുടെ കുട്ടിയാണോ, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അല്ലല്ലോ ഇതിപ്പോ പുറകിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, റിലേറ്റീവ് ആണോ, അറിയാമോ എന്ന് പറഞ്ഞു. അല്ല, പുള്ളി കൊല്ലത്തുനിന്നാ കയറിയത്, ഇവരതിനു മുന്നേ ഇതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ ആ തമിഴ് ചേട്ടൻ അങ്ങോട്ട് കിടന്നുറങ്ങി. നല്ലൊരു മനുഷ്യന് അല്ലേ. ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് ആശ നേരെ പോയി ഒരൊറ്റ ഉറക്കം. ഇങ്ങനെയും മനുഷ്യന്മാരിഷ്ടം. ഇങ്ങനെ അൺയൂഷ്വൽ ആയി ഒരാളുടെ കയ്യിൽ മറ്റൊരാളുടെ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രതികരിക്കുക, ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ബേസിക് മര്യാദ പോലും ആ തമിഴ് ചേട്ടൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ്. ആശാൻ അങ്ങോട്ട് പൂര ഉറക്കം തന്നെ. എന്താ ഇതിനൊക്കെ പറയല്ലേ. ഇങ്ങനെയും കുറെ മനുഷ്യന്മാരിഷ്ടം. എന്തായാലും സംഭവം ഇത് ഇയാളുടെ കുഞ്ഞല്ലാതെ മനസ്സിലാക്കിയ വീണ എന്താക്കി, അയാളെ നല്ലോണം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അയാൾ പതിയെ മറ്റേ പരിപാടിയിലേക്ക് ഏർപ്പെടാൻ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് വീണ തന്നെ പറയണമെന്ന് കേട്ടു. ഞാനിത് വീഡിയോ എടുക്കുമായിരുന്നു. കാരണം പുള്ളിയെ ഞാൻ നോക്കുന്നത് പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അപ്പോഴത്തേക്കിന് പുള്ളി കുഞ്ഞിനെ തലോടുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ ആര് കണ്ടാലും ഒരു അച്ഛൻ മകളെ സ്നേഹിക്കുന്ന പോലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുന്നു എന്ന് പുള്ളിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടീനെ ഈ ബെഡ്ഷീറ്റ് തന്നെ എടുത്ത് പുതച്ചിട്ട്, പുള്ളി അപ്പൊ വിൻഡോ സൈഡിലായിരുന്നു ഇരുന്നത്, പുതച്ചിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിൽ അയാളുടെ ഷോൾഡറിലേക്ക് ആ ബെഡ്ഷീറ്റ് മറച്ചു. കുട്ടി പുതപ്പിനടിയിലായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ഈ കൈ കൊണ്ടുവന്ന് കുഞ്ഞിട്ടുന്നത് ഒരു ചെറിയ ഷോർട്സും ഒരു ടീഷർട്ടും ആയിരുന്നു ഇട്ടിരുന്നത്. ഒരു പൊടി കുഞ്ഞാണ്, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് പറയില്ല, അത്രയും തീരെ കുഞ്ഞാണ്, നല്ല ഉറക്കമായിരുന്നത്. പക്ഷെ ഈ കുട്ടി ഇയാളുടെ മടിയിലിരുന്ന് 2-3 പ്രാവശ്യം തിരികെ മറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് എടുത്ത് റൈറ്റ് ഷോൾഡറിലോട്ട് ഇട്ടതിന് ശേഷം ഈ കുട്ടിയുടെ ഷോർട്സിനകത്തൂടെ കൈ കയറ്റിട്ട് പ്രൈവറ്റ് പാർട്സിൽ, ബാക്കി എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത്രയും ക്രൂരമായിട്ടാണ് ആ കൊച്ചിന്റെ അടുത്ത് ചെയ്തത്. പരമ നാറി. കേട്ടിട്ടുണ്ടല്ലോ, എന്റെ കൈ തരിച്ചു വരുന്നുണ്ട്, വയറ് നല്ല പൂരത്തേറിയാണ് വരുന്നത്. തൽക്കാലം ഞാനോട് വിളിക്കുന്നില്ല. എന്നാലും എന്തൊരു മനുഷ്യനാണെന്ന് നോക്കിക്ക്. ഇവനൊന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റൂല, ഒരു ഗണത്തിലും പെടുത്താൻ പറ്റൂല. എന്ത് തോന്നിയാസാണ് ഈ കാണിച്ചേക്കുന്നത്. ഇയാൾക്ക് കാമമൂത്ത് പ്രാന്തായതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ട്രെയിനിൽ വെച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സ്ത്രീ ആദ്യം ട്യൂൺ ചെയ്യാൻ നോക്കുന്നു, വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ എവിടെയോ തറയിൽ കിടന്നിരുന്ന കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവന്ന് അതിനെ പീഡിപ്പിക്കാൻ നോക്കുന്നു. വല്ലാത്തൊരു തരം സെക്ഷൽ പെർവേർട്ടിസ്റ്റാ. ഇങ്ങനെയും ഉണ്ട് ഞരമ്പ് രോഗികൾ. ഇത് ഞരമ്പ് രോഗികളുടെ ഏതോ ഒരു മൂത്തിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും വീണ പറയുന്ന ബാക്കി കേട്ടോക്കാം. അത് തന്നെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു, വീഡിയോ ഓഫ് ചെയ്തിട്ട് ചാടി എണീറ്റിട്ട് ഞാൻ ചോദിച്ചു, ഇത് തന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു താൻ അവരുടെ റിലേറ്റീവ് ആണോ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് എന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കിൽ വന്നിട്ട് അപ്പോഴത്തേക്ക് എന്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ഉണർന്നു, അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും ഉണർന്നിട്ട് എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ബാക്കിൽ വന്നിട്ട് കുട്ടിയുടെ അമ്മ എടുത്ത് ചോദിച്ചു, ഇത് ഇയാൾ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അടുത്ത് കിടന്ന ഒരു കുട്ടിയെ എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, ഒരാൾ വന്ന് എടുത്തോണ്ട് പോയാൽ അത് ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു. അപ്പം പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് ചോദിച്ചു. ഞാൻ ചോദിച്ചു താൻ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഫുള്ള് പ്രൂഫ് ഉണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി, വളരെ നല്ല കാര്യമാണ് വീണ അവിടെ ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ ഒറ്റപ്പെട്ടു പോയേനെ. അല്ല, പൊതുവെ അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. പിന്നെ ഈ കേസിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ റയറാണ്. കാരണം അയാളുടെ തോളിലിരിക്കുന്നത് മറ്റൊരാളുടെ കുഞ്ഞാണല്ലോ. ആ കുഞ്ഞിന്റെ പാരന്റ്സ് ആണെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കുന്ന ഉറങ്ങുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രൂഫ് ശേഖരിച്ചില്ലെങ്കിലും വീണ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരും വീണയുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ. എന്തെന്നാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ വീണ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചില സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് തെളിവുകളൊക്കെ ശേഖരിച്ച് അപ്പം മിണ്ടാതിരുന്നതിന് ശേഷം വീട്ടിൽ പോയി വീഡിയോ ചെയ്യുന്ന പരിപാടിയല്ല വീണ ഇവിടെ ചെയ്തിട്ടുള്ളത്. കൃത്യമായ പ്രൂഫുകൾ ശേഖരിച്ചു, വേണ്ട സമയത്ത് പ്രതികരിച്ചു. അതുകൊണ്ട് എന്തായി, കൃത്യസമയത്ത് പ്രതിയെ പിടിക്കാനും പറ്റി. വീണ ഒരു ഹീറോയിനായിട്ട് മാറുകയും ചെയ്തു. വളരെ മാതൃകാപരമായിട്ടുള്ള സമീപനം അല്ലേ? ഇവിടുത്തെ ചില സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് ഇതെല്ലാം. ബാക്കിയുണ്ടോ എന്തായാലും. എന്റെ അടുത്ത് പറഞ്ഞു എന്ത് വീഡിയോ കാണിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പുള്ളി ഷൗട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു താൻ ഇതല്ലേ കാണിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുത്തു. അടി കൊടുത്തിട്ട് ഇത് മേലെ ഇമ്മാതിരിയുള്ള പരിപാടി ഒരാളുടെ അടുത്തും കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ബാക്കിൽ നിന്നൊക്കെ ചേട്ടന്മാർ വന്നിട്ട് ചോദിച്ചു എന്താ പെങ്ങളെ പ്രശ്നം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയാണ് ആ ഉറങ്ങിക്കിടന്ന പൊടി കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിട്ട് മടിയിലെടുത്തിട്ട് ഇയാൾ അതിര് വേലത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നെ ആൾക്കാരെല്ലാം കൂടെ പ്രതികരിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ തന്നെയാണ് എന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് നമ്പർ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് ചേട്ടന്മാരായി കൊടുത്തു. പോലീസ് വന്നു, പ്രതിയെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താന്ന് വെച്ചാൽ കിട്ടണം. കാരണം നാളെ ഒരാൾക്ക് പോലും ഇങ്ങനെ അതത്രേ ഉള്ളൂ. ഇയാൾ ഇനി കുറച്ചു കാലത്തേക്ക് പുറംലോകം കാണരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മാതിരി തെമ്മാടിത്തരമാണ് ഇയാൾ കാണിച്ചത്. ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും ദയാദാശീലം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് ഇയാൾ മുമ്പും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അന്നൊന്നും പക്ഷേ പിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരു ധൈര്യത്തിലായിരിക്കണം ഇയാൾ വീണ്ടും ഈ പ്രവൃത്തികൾ ആവർത്തിച്ചത്. ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇയാൾ പണ്ട് ചെയ്തതൊക്കെ തത്ത പറയുന്നത് പോലെ ഇയാൾ പുറത്ത് പറയും. ഇതിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീണ കണ്ടതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾ ആ പിഞ്ചു കുഞ്ഞിനെയും എടുത്തു കൊണ്ടുവന്ന് ഇയാളുടെ സീറ്റ് വന്നിരുന്നിട്ട് വേണ്ട പണികളെല്ലാം ചെയ്ത് ഒന്നും അറിയാത്ത പോലെ ആ കുഞ്ഞിനെ പാരന്റ്സിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് ഇയാളെ കാമം തീർത്തേനെ. ആരൊന്നും അറിയാനും പോണില്ല, ഇയാൾ എല്ലാ തമ്മടിത്തരും ചെയ്തിട്ടുണ്ടാകും താനും. ഇതിപ്പോ വീണ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇയാൾ പിടിക്കാൻ പറ്റിയത്. എന്തായാലും ഇനി കുറച്ചു കാലത്തേക്ക് ഇയാൾ പുറലോകം കാണരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേണ്ട, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവിടെ വീണയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ലേ വീണക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. മുമ്പ് ഒരിക്കലും ഇതേപോലെ വേറൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരു അനുഭവം വീണക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീണ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം. ഇതിപ്പം എന്റെ മുന്നിൽ വരുന്ന രണ്ടാമത്തെ കേസാണ്. കാരണം ഒരിക്കൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ട്രെയിനിൽ താഴെ ഇരിക്കായിരുന്നു. ഞാൻ ബർത്തിൽ കിടക്കുമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് അത് ഹസ്ബൻഡും വൈഫും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആ പുള്ളി ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ആ ഒരു കുട്ടി നല്ലൊരു 10-18 വയസ്സ് വരുന്ന ഒരു കുട്ടിയാ. ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഈ പുള്ളി എടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇത് ചോദ്യം ചെയ്തു. അപ്പോഴത്തേക്കിന് പുള്ളി പേടിച്ചിട്ട് ഇത് ഫുള്ള് എല്ലാത്തിനും ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ട് കാണിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് എന്റെ മുന്നിലോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഇതിനകത്ത് എടുത്ത് കാണിക്കും, ഞാൻ എന്ത് ചെയ്തേന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫുള്ള് റിക്കവർ ചെയ്തിട്ട് പുള്ളി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് താൻ ചെയ്തേന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഞാൻ ഇരിങ്ങാലക്കുട പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ അവിടുത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് പുള്ളിയെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം വരരുത്. അപ്പം ഇമാതിരിയുള്ള തെറ്റ് ചെയ്യുന്ന ആരായാലും അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ ഇന്ന് ഞാൻ പോയി പുനലൂര് പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്ത്രീകളാരും പ്രതികരിക്കാത്തതാണ്. അതെ, എന്റെ അടുത്തിരുന്ന ചേട്ടൻ പോലും ആ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട് അയാൾ റോങ് ആണ്, ആ കുട്ടിയുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമാണ് അവർ ആണുങ്ങളാകുമ്പോൾ കുറച്ച് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ചേട്ടന്റെ അടുത്ത് അത് പറയുന്നത്. പക്ഷെ പുള്ളി അത് അനങ്ങാതെ കണ്ണടച്ചിട്ട് ഇങ്ങനെ തലയും കുലുക്കി അനങ്ങാതിരിക്കുന്നു. പക്ഷെ എനിക്കത് കണ്ടു നിൽക്കാൻ തോന്നിയില്ല. കാരണം ഒരു 5 വയസ്സുള്ള കുഞ്ഞ്, ഞാൻ ചിലപ്പോൾ അത് പ്രതികരിക്കാതെ ഇരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അടുത്ത സ്റ്റോപ്പിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് മാക്സിമം അതിനെ ഉപയോഗിച്ചിട്ട് അയാൾ കൊന്നു കളയത്തേ ഉള്ളായിരുന്നു. പിന്നെ നാളെ നമ്മൾ പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അനുശോചനം അറിയിച്ചിട്ടോ ഒരു കാര്യമില്ല. അപ്പം ഇനി ഇങ്ങനെ എനിക്ക് ആരുടെടുത്താലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക, അറിയിക്കേണ്ടവരെ അറിയിക്കുക, ശിക്ഷ കൊടുക്കേണ്ടത് മാക്സിമം ശിക്ഷ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ചിന്തിക്കുക നമ്മളുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് തന്നെ അതിൽ നമ്മൾ പ്രതികരിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഇത്തരം പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ അൺയൂഷ്വൽ ആയ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാണെങ്കിൽ, പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുക. ട്രെയിനിൽ തന്നെ അതിന്റെ നമ്പറുകളും മറ്റും എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ, അത് നോക്കി അങ്ങോട്ട് വിളിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ അതിന് പോലും പലരും മുതിരാറില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ പൊതുവെ വന്ന് ആർക്കും അന്യന്റെ കാര്യത്തിൽ ഇടപെടാൻ വലിയ താല്പര്യമൊന്നുമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, പേടിയാണ്. എങ്ങാനും താൻ ഒറ്റപ്പെട്ടാലെന്നുള്ളൊരു പേടി പലർക്കും ഇപ്പൊ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ചുറ്റും എന്ത് നടന്നാലും ഞാനൊന്നും കണ്ടില്ലേ രാമ എന്നും പറഞ്ഞുകൊണ്ട് പലരും മിണ്ടാതിരിക്കാറാണ് പതിവ്. ദിവസം കഴിയുന്തോറും മനുഷ്യന്മാരുടെ പ്രതികരണ ശേഷി കുറഞ്ഞു വരികയാണ്. അവിടെയാണ് വീണ വ്യത്യസ്തമായിട്ട് മാറുന്നത്. ഇപ്പൊ ഈ വീണന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആദ്യമായിട്ടില്ല ഇത്തരം ഒരു സിറ്റുവേഷൻ വീണ ഹാൻഡിൽ ചെയ്യുന്നത്. മുമ്പൊരിക്കൽ വീണ മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരാൾ മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ വീണ അവിടെ പിടിച്ചതാണ്, കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചതാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം വീണയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. എന്തായാലും ദൈവമായിട്ടാണ് വീണ അവിടെ എത്തിച്ചത് ഉള്ളത് പറയാലോ. വീണ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ പോലും നഷ്ടപ്പെട്ടേനെ. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ രാത്രികളിലൊക്കെ യാത്രകളിൽ കഴിയുന്നതും AC കമ്പാർട്ട്മെന്റോ സ്ലീപ്പറോ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് AC കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ AC കമ്പാർട്ട്മെന്റ് തന്നെ ചൂസ് ചെയ്യുക. കാരണം കംഫർട്ടിനപ്പുറം അത് ഭയങ്കര സേഫ്റ്റിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മാക്സിമം സേഫായി യാത്ര ചെയ്യുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും AC കമ്പാർട്ട്മെന്റ് എടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആളുകൾ മിനിമം ഒരു സ്ലീപ്പറെങ്കിലും ചൂസ് ചെയ്യുക. ACയുടെ അത്ര സ്ലീപ്പർ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഒരു പരിധി വരെ നമുക്ക് സ്ലീപ്പറിൽ ഇരുന്നുകൊണ്ട് സേഫ് ആയിട്ട് യാത്ര ചെയ്യാം അല്ലേ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെയിനിന്റെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ സ്ലീപ്പർ ടിക്കറ്റ് AC ടിക്കറ്റ് ഒന്നും കിട്ടാറില്ല. പെട്ടെന്ന് തന്നെ ഫുൾ ആവുന്ന സാഹചര്യമാണ്. കുറെ കാലമായിട്ട് ട്രെയിൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് നിർബന്ധപൂർവ്വം ചിലപ്പം ഈ ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അല്ലേ. ഇനിയിപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഉറക്കൊഴിഞ്ഞ് കുട്ടികളെ സംരക്ഷിക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉറക്കത്തിലേക്ക് പോവുക. അല്ലാതെ കുട്ടികളെ നിലത്തും അവിടെ ഇവിടെയും ഒക്കെ കൊണ്ടുപോയി കിടത്തിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിണിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ അവിടെ കാണില്ല. പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ. ട്രെയിൻ എന്ന് പറയുന്നത് എല്ലാ തോന്നിയാസങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. മനുഷ്യക്കടത്തും സെക്സ് ട്രാഫിക് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞരമ്പന്മാര് വരസുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ മക്കളെ ആയിരിക്കും. പിന്നെ ആ മക്കളെ വളരുന്നത് വല്ല ഭിക്ഷാടന മാഫിയന്റെ കയ്യിലോ വല്ല സെക്സ് വർക്കേഴ്സിന്റെ ഇടയിലായിരിക്കും. ദയവ് ചെയ്ത് അതിനൊന്നും വകവെക്കാതിരിക്കുക. മാക്സിമം കുട്ടികളുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുക. നഷ്ടപ്പെട്ടത് തന്നെയാണ്, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. എപ്പോഴും വീണയെ പോലുള്ള മാലാഖമാർ അവതരിച്ചോ ഇതെന്തോ ഭാഗ്യത്തിന് വീണ കൃത്യമായ ആ കമ്പാർട്ട്മെന്റിൽ വന്ന് കയറി. വീണക്ക് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ അയാൾ വേണ്ട പണികളെല്ലാം ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാരന്റ്സിന് ആ കുട്ടികളെ നഷ്ടമായിട്ടുണ്ടാകും. അന്നേരം നിലവിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുൻകരുതലായി സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പ്രതിയെ പിടിച്ചതിന് ശേഷം പ്രതിയെ എല്ലാരും കൂടി വളഞ്ഞിട്ട് തല്ലുന്ന ഒരു വീഡിയോ ഈ പറയുന്ന വീണ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. പോലീസിലെ കൊടുங்க പിടിച്ചു കൊടുங்க இல்ல இல்ல அடிச்சு போட்டு அதுக்கப்புறம் வெளில வந்துருவான். அது உள்ள வந்துருவான். அடி வாங்கிட்டு உறங்குதான். விரல்லாம் ஓடுங்க. ஒட்டிக்கலாம். பிடிச்சமா கையை வந்து விரல முடிக்கணும். இந்த விரல இருக்குங்க அதை ஓடிக்க. அதான் அடுத்த எதுவும் செய்ய மாட்டான்.
இல்ல பெண்கள் குழந்தைகள யார் ஏனே இந்த விரல பிடிச்சி ഓടിക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനുശേഷം ഇയാൾ എല്ലാവരെയും കൂടി പിടിച്ച് തല്ലുന്നൊക്കെയുണ്ട് കേട്ടോ. ഞാൻ ആ ദൃശ്യം ഇവിടെ കാണിക്കുന്നില്ല, യൂട്യൂബിന് പോളിസിക്ക് എതിരായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്ന് മാത്രം. എന്തായാലും സന്ദർഭോചിതമായി കൃത്യമായി ഇടപെട്ട വീണക്ക് ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് ഇതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.